സ്തോത്രം ചെയ്യുന്നു, വാഴ്ത്തുന്നു പിതാവേ. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. Let's pray. പരിശുദ്ധ പിതാവേ, നന്ദിയോട് ഞങ്ങൾ അങ്ങ് വാഴ്ത്തുന്നു. ഞങ്ങളേതുമല്ല കർത്താവേ, ഞങ്ങളായിരിക്കുന്നതൊക്കെ അവിടുത്തെ കൃപയാൽ മാത്രമാണ് കർത്താവേ. ഒരിക്കൽ കൂടി കർത്താവേ, നിന്റെ മുമ്പിലേക്ക് ഞങ്ങളെ താഴ്ച സമർപ്പിക്കുക. രാത്രി ദൈവത്തിന്റെ കൃപ ഞങ്ങളുടെ മേൽ പകരണമേ. തന്നിരിക്കുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. ഞങ്ങൾക്ക് കൃപയിൽ വളരണം കർത്താവേ. ഞങ്ങൾ കർത്താവെ എവിടേക്കും പുറകോട്ട് നോക്കി നിൽക്കുവാനല്ല, നീ ആഗ്രഹിക്കുന്ന തലം വരെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകണം കർത്താവെ. എന്തൊക്കെ ഞങ്ങളെ പിന്നോട്ട് പിടിച്ചാലും ആ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കാതെ, അഗ്രിപ്പ രാജാവേ, ഞാൻ ഇന്ന് വരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ സ്വർഗീയ ദർശനത്തിനനുസരിച്ച് ദിവസം മുന്നോട്ട് പോവുക ഞങ്ങളെ സഹായിക്കണമേ. സഭയായി ഞങ്ങളെ താഴ്ത്തുന്നു. നിന്റെ കർത്താവെ ഗിലെയാദിലെ ആ സുഗന്ധ തൈലം കൊണ്ട് കർത്താവെ ഞങ്ങളെ കർത്താവെ ഹല്ലേലൂയ പൂശി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. രാത്രി ഞങ്ങളെ താഴ്ത്തുകയാണ് കർത്താവെ. നിന്റെ സാന്നിധ്യം ഇവിടെ ഉള്ളതിനായി സ്തോത്രം. കർത്താവ് മുമ്പേ വന്നിട്ടുള്ളതിനായി സ്തോത്രം. അങ്ങ് ആരാധിക്കുവാൻ സഹായിച്ചതിനായിട്ട് സ്തോത്രം. ഇവിടെ നടന്ന എല്ലാ സംസാരങ്ങൾക്കും കർത്താവ് സാക്ഷിയാണ്. അതെല്ലാം നിന്റെ മഹത്വത്തിനായി തീരാൻ പോകുന്നതിനായി സ്തോത്രം. കർത്താവെ, അല്പസമയം ഞങ്ങൾ ദൈവവചനത്തിലേക്ക് ചിന്തിക്കുമ്പോൾ നിന്റെ കൃപ ധാരാളമായി ചൊരിയണമേ. അടിയനെ താഴ്ത്തുന്ന കർത്താവെ, എൻ്റെ കയ്യിൽ ഒന്നുമില്ല കർത്താവെ. ദൈവമേ ഹല്ലേലൂയ, എൻ്റെ അവസ്ഥ അറിയുന്ന കർത്താവെ, നിന്റെ മക്കളോട് ആവശ്യമാകുന്ന ശുശ്രൂഷ ചെയ്യുവാൻ, അവർക്ക് ആവശ്യമാകുന്ന വചനം സംസാരിക്കുവാനുള്ള കൃപ കർത്താവെ തരണമേ. ക്രൂസിന്റെ മറവിൽ നിന്ന് നിർത്തണമേ കർത്താവെ. ഒന്നിച്ച് ഞങ്ങൾക്ക് ആത്മീയവർദ്ധന പ്രാപിക്കുവാൻ, മുന്നേറുവാൻ, അനുഗ്രഹം പ്രാപിക്കുവാൻ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് സഹായിക്കണമേ. എല്ലാ മഹത്വവും പിതാവിന് അർപ്പിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നല്ല രാത്രിക്കായിട്ട് കർത്താവിന് സ്തോത്രം. I thank God for this wonderful evening. എനിക്ക് ഇവിടെ രാത്രിയിൽ ദൈവവചനവുമായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാൻ ഒരു അവസരം കർത്താവായ യേശു എനിക്ക് തന്നതിനായി നന്ദിയോടെ സ്തുതിക്കുകയാണ്. I thank Lord Jesus for giving me this opportunity to stand with the word of God in front of you. ഇത് വലിയൊരു പദവിയാണ്. It's a big privilege. ആ പദവിയായിട്ട് അംഗീകരിച്ചാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. I acknowledge that it's a privilege and I stand before you. അത് കർത്താവിന്റെ കൃപയാണ്. കർത്താവിന്റെ കൃപ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മളെല്ലാം കൃപ ലഭിച്ചു. ദിസ് ഈസ് എ ഗ്രേസ്. ഇത് കർത്താവിന്റെ ഒരു കൃപയാണ്. This is a grace that we receive from God. ഒരിക്കലും നമ്മൾ ചിന്തിച്ചിട്ടില്ലാത്ത കാര്യം, ഹല്ലേലൂയ, ഒരിക്കലും നമ്മൾ ചിന്തിച്ചിട്ടില്ലാത്ത കാര്യം, നമ്മൾ കർത്താവിന്റെ നാമത്തിൽ എന്തും ആയിക്കൊള്ളട്ടെ, ഒരു പാട്ട് പാടുന്നതാകട്ടെ, ഒരു സാക്ഷ്യം പറയുന്നതാകട്ടെ, ഒരു വചനം പറയുന്നതാകട്ടെ, ഇതൊന്നും നമ്മളൊന്നും മുന്നമേ ചിന്തിച്ച കാര്യമല്ല. None of these things that we do, whether it's be singing a song or preaching a message, it's not things that we had planned ahead in our lives. It's something that the grace of God enables us to do. അതാണ് കൃപ എന്ന് പറയുന്നത്. That is what is called the grace of God. ആമേൻ. നമുക്ക് അർഹതയില്ലാത്ത, ചിന്തിച്ചിട്ടില്ലാത്ത നമ്മളെ അതിനുവേണ്ടി ദൈവം ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ അതാണ് കർത്താവിന്റെ കൃപയുടെ ഒരു വെളിപ്പാടാണ്. That is a revelation of the grace of God, that God uses us for things we never thought or we never dreamt of doing. ആമേൻ. ഇന്ന് രാത്രി നമുക്ക് അല്പസമയം ദൈവത്തിലേക്ക് ചിന്തിക്കാം. Let's look into the word of God for a little bit. അതിനായിട്ട് നമുക്കൊരു വേദവാക്യം വായിക്കാം. സദൃശ്യവാക്യങ്ങൾ 29 അധ്യായം 18 വാക്യം. It's Proverbs chapter 29 verse 18. ആമേൻ. 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 It reads like this: where there is no revelation, the people cast off restraint, but happy is he who keeps the law. ആമേൻ. ഹല്ലേലൂയ. ചില ബൈബിളിനകത്ത് ഈ വെളിപ്പാട് എന്നുള്ളത് ദർശനം എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. In some Bible where this revelation is mentioned, it's mentioned as vision. അവിടെ ഇങ്ങനെ വായിക്കുന്നു, ദർശനമില്ലാത്തിടത്ത് ജനം മര്യാദ വിട്ട് നടക്കുന്നു. There we read like this, that where there is no revelation or vision, that people do not have any restraint on themselves. ആമേൻ. ചിലയിടത്ത് പറയുന്നു ഇതേ വാക്യം തന്നെ വേറെ ചില ബൈബിൾ ട്രാൻസ്ലേഷനിൽ ഇങ്ങനെ പറയുന്നു, ഈ ദർശനമില്ലാത്തിടത്ത് ജനം നശിച്ചു പോകുന്നു. In some translation it says that because there is no vision or revelation, the people perish. അപ്പം ഈ ഹല്ലേലൂയ മര്യാദ വിട്ട് നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ മര്യാദകേട് നമ്മളെ നാശത്തിൽ കൊണ്ടെത്തിക്കും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. What it means to say that when we walk lawlessly, it leads us to destruction. ആമേൻ. ഈ മര്യാദ വിട്ട് നടക്കുക എന്ന് പറഞ്ഞാൽ വേറൊരു അർത്ഥം അതിൻ്റെ ഇങ്ങനെയാണ്. Another meaning of behind walking lawlessly is like this: പിന്നോട്ട് 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 പോവുക. We always tend to go back. ഹല്ലേലൂയ. ദർശനമില്ലാത്തിടത്ത് ആളുകൾ മുന്നോട്ട് പോകേണ്ടതിന് വേണ്ടിയാണ് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ദർശനമില്ലെങ്കിൽ എന്തുവാ, മുന്നോട്ട് പോകേണ്ടതിന് പകരം ആളുകൾ പുറകോട്ട് പോവുക. So if there is no revelation or if there is no vision, instead of going forward, the people begin to draw back away from God. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ എത്ര പേര് മുന്നോട്ട് പോകാനെ കൊണ്ട് ദൈവസന്നിധി വന്നവരാ? How many of us are here who have decided to go forward in the kingdom of God? നമുക്ക് മുന്നോട്ടേ പോകാനുള്ളൂ, നമുക്ക് പുറകോട്ട് പോകാനില്ല. We do not have to go back, we only have to go forward. നമുക്ക് കർത്താവിനോട് പറയാം, കർത്താവേ ഞങ്ങൾ മുന്നോട്ടേ ഉള്ളൂ. Let's tell to the Lord this evening, God, we have decided that we will only go forward. ഞങ്ങൾ മുന്നോട്ട് മാത്രമേ പോകത്തുള്ളൂ. We will only go forward. Let's say that to God once again. ആമേൻ. ഞങ്ങൾ മര്യാദ വിട്ട് നടക്കത്തില്ല.
We will not walk lawlessly. ഞങ്ങൾക്ക് നശിക്കാനല്ല ഞങ്ങളുടെ ദൈവം ഞങ്ങളെ വിളിച്ചത്. God did not call us to perish. ദൈവം ഞങ്ങളെ വിളിച്ചത് ഉന്നത വിളിയാൽ, ശ്രേഷ്ഠ വിളിയാൽ, മുന്നോട്ടുള്ള ഒരു അതുല്യ വിളിയാലാണ് എന്റെ ദൈവം ഞങ്ങളെ വിളിച്ചത്. God has called us with a high calling and with an everlasting calling. ആമേൻ, ഹല്ലേലൂയ. അപ്പൊ ദർശനം ഇല്ലാത്ത ഇടത്ത് ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നാണ് ഈ വചനം നമ്മൾ പറയുന്നത്. This verse says that when there is no vision or revelation, big problems begin to happen. അന്ന് ദർശനം എന്ന് പറഞ്ഞാൽ എന്താണ്? What does it mean that this revelation? ആത്മീയമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട്, ഭാവിയെ ഓർത്ത് ആത്മീയമായിട്ടുള്ള ഒരു വെളിപ്പാട്. ഇന്നത്തെ പറ്റിയുള്ളതല്ല, നാളെ പറ്റിയുള്ള, നമ്മുടെ മുമ്പിൽ വരാനിരിക്കുന്ന ഭാവി, ആ ഭാവിയെ പറ്റിയുള്ള ഒരു ആത്മീയ കാഴ്ചപ്പാടാണ് ഈ വെളിപ്പാട്, അല്ലെ ദർശനം എന്ന് പറയുന്നത്. What this revelation means, it talks about our vision of the future, our spiritual vision of what we must do in the kingdom of God. ആമേൻ. വെളിപ്പാടിൽ നമുക്കറിയാം, മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട് മോശയുടെ കൂട്ടി പുറപ്പെട്ട ആളുകളുണ്ട്. We know about the people who went with Moses, who came out of Egypt with Moses. അവർക്ക് മോശയ്ക്ക് മാത്രമേ വെളിപ്പാടുണ്ടായിരുന്നുള്ളൂ. Only Moses had the revelation about the land of Canaan. കാരണം മോശ മാത്രമേ ദൈവശബ്ദം കേട്ടുള്ളൂ. Because only Moses heard the voice of God. മോശയെ മാത്രമേ ദൈവം നിയോഗിച്ച് അയച്ചുള്ളൂ. Only God only called Moses and appointed him. തക്ക സമയത്ത് സംസാരിക്കേണ്ട വചനങ്ങൾ മോശയ്ക്ക് ദൈവം കൊടുക്കും. God used to give Moses the right words to speak at the right time. മോശ ദൈവത്തോട് ഒഴികടി പറഞ്ഞു, എനിക്ക് സംസാരിക്കാൻ കഴിവില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദൈവം മോശയോട് പറഞ്ഞു, നിന്റെ സഹോദരനായ അഹരോൻ നിന്റെ വാക്കായിട്ട്, നിന്റെ നാവായിട്ട് അവനെ ഉപയോഗിച്ചോളാൻ പറഞ്ഞു. Because Moses made excuses and said that he could not talk, God said you could use Aaron as your mouthpiece. ദൈവവുമായിട്ട് നേരിട്ട് ബന്ധമുള്ളത് മോശയ്ക്ക് മാത്രമാണ്. Only Moses had a direct relationship with God. ദൈവത്തിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ സഹോദരങ്ങളോടൊക്കെ പറയും. Whatever he received from God, he used to tell to his brethren. മിരിയാം നേരിട്ട് ദൈവത്തിൽ നിന്ന് പ്രാപിച്ചില്ല. Miriam did not receive directly from അഹരോൻ God. നേരിട്ട് പ്രാപിച്ചില്ല. Aaron did not receive from God. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? And what happened because of that? മോശ പർവ്വതത്തിലായിരുന്ന സമയത്ത് When Moses was on top of the mountain, ജനം വന്നിട്ട് അഹരോനോട് പറഞ്ഞു, ഞങ്ങളുടെ ഇസ്രായേലിൽ നിന്ന് കൊണ്ടുവന്ന ദൈവം എവിടെ? so the people came and asked Aaron, where is this God that brought us out of Egypt? അതുകൊണ്ട് ഞങ്ങളുടെ മുമ്പാകെ നടക്കാൻ ഒരു കാളക്കുട്ടി ഉണ്ടാക്കിത്താ. And because of that, we do not see this God, so you make us a golden calf so that it will walk before us. അഹരോൻ അങ്ങനെ ഉണ്ടാക്കി കൊടുത്തു. Aaron did exactly as the people asked. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ നമ്മൾ നേരിട്ട് കേട്ടില്ലെങ്കിൽ ഇങ്ങനെ അഹരോനെ പോലുള്ള അബദ്ധങ്ങൾ നമുക്കെല്ലാം ഉണ്ടാകും. Dear people of God, if we do not directly hear from God, then we might end up making mistakes like Aaron did. നമ്മൾ കർത്താവിൽ നിന്ന് കേൾക്കണം. കർത്താവിൽ നിന്ന് കേൾക്കുന്നവനാണ് ദർശനം ദൈവം കൊടുക്കുന്നത്. All those people who receive directly from God, it is to them that God gives a vision. ആമേൻ. അങ്ങനെ മോശയുടെ നേതൃത്വത്തിൽ മിസ്രയീമിൽ നിന്ന് അവർ പുറപ്പെട്ടു. In the leadership of Moses, they came out of Egypt. മോശയ്ക്ക് ഒരു ദർശനമുണ്ട്. Moses has a vision. എന്താണ് ദർശനം? What is that vision? നമ്മൾ കനാനിൽ ചെല്ലും. We will reach the land of Canaan. അവിടെ പാലും തേനും ഒഴുകുന്ന ദേശം ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. അബ്രഹാമിനും ഇസ്ഹാക്കിനും വല്യപ്പച്ചന്മാരോട് ദൈവം പറഞ്ഞൊരു വാഗ്ദത്തമുണ്ട്. ആ വാഗ്ദത്ത ദേശത്തിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുപോകും. Moses had this vision that God has promised something to our forefathers, and he will indeed lead us into that promise. ആ വാഗ്ദത്ത ദേശത്ത് എത്തുക എന്നുള്ളതാണ് നമ്മുടെ ദർശനം. And our vision is to inherit that land, promised land. അതെ, ചെങ്കടൽ വരെ ചെന്നിട്ട് മടങ്ങി പോരുക അല്ല നമ്മുടെ ദർശനം. Our vision is not just to come to the shores of the Red Sea and go back. മരുഭൂമിയിൽ ചെന്ന് മരുഭൂമി എത്ര മനോഹരമായിരിക്കുന്നത് കണ്ടിട്ട് മടങ്ങി വരികയല്ല. It is not that we go into the wilderness and come back halfway. ദൈവം സ്വർഗ്ഗത്തിൽ നിന്ന് കൊടുക്കുന്ന അപ്പം തിന്നുന്ന അല്ല ദർശനം. The vision is not that we eat the food which God gives us from heaven. പാറയിൽ നിന്ന് വെള്ളം കുടിക്കുന്ന അല്ല ദർശനം. The vision is not that we drink water from the rock. ചെരുപ്പ് പഴകാതിരിക്കുന്ന അല്ല ദർശനം. It is not that our sandals are not worn off. That's not the vision. വസ്ത്രം പഴകാതിരിക്കുന്ന അല്ല ദർശനം. It is not that our clothes are not wearing off. That's not the vision. ദൈവം വാഗ്ദത്തം ചെയ്ത വാഗ്ദത്ത ദേശത്ത് അടക്കി വാഴുന്നതാണ് ദർശനത്തിന്റെ പൂർണ്ണത. The fullness of the vision is that they inherit and conquer the land which God has promised to them. നമ്മൾ ദർശനപ്പെടുന്ന പ്രകാരം നമ്മൾ ഇറങ്ങിയ ജനമാണ് നമ്മൾ. We all have walked out because of this promise. നമ്മൾ വഴിയിൽ കൂടെ പോവുകയാണ്. We are in the way because of this promise. മരുഭൂമി കണ്ടേക്കാം. There might be wilderness. പൊട്ടക്കിണർ കണ്ടേക്കാം. There might be ditches. ജയിലറ ഈർച്ചവാള് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും പല നിയമത്തിലെ ഭക്തന്മാർക്ക് അനുഭവിക്കേണ്ടി വന്നു. The Old Testament saints, they had to go through jails and many other persecution. ഇതൊന്നും ദർശനത്തിന്റെ അന്ത്യമല്ല. This is not the end of the vision. വാഗ്ദത്ത നാട്ടിൽ എത്തുക എന്നുള്ളതാണ് നമ്മുടെ ദർശനം. The vision is that you might go and enter and inherit the promised land. ആ വാഗ്ദത്ത ദേശത്ത് പോകാനുള്ള ദർശനം മോശയ്ക്കുണ്ടായിരുന്നു. Moses had this vision to enter the promised land. എന്നാൽ ദർശനമില്ലാതിരുന്ന അനേകർ ഈ കൂട്ടത്തിലുണ്ട്. But there were many people with Moses who did not have this vision. അതുകൊണ്ട് നമുക്കറിയാം, സംഖ്യാപുസ്തകം 14 അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ When you study the book of Numbers chapter 14,
ആ 14 അധ്യായം 13 അധ്യായം നമ്മൾ വായിക്കുമ്പോൾ When you read verse 13 or chapter 12 and chapter 13, 13ഉം 14 ആദ്യത്തെ വാക്കുകളൊക്കെ ഉണ്ട്. ആ ഭാഗം നമ്മൾ വായിക്കണമെന്നില്ല, നമുക്കൊക്കെ പെട്ടെന്ന് പോകാം. we know of those things, so we don't have to read it. ഇവർ ഓൾമോസ്റ്റ് വാഗ്ദത്തത്തിലെത്തി. They were almost at the border of the promised land. അവിടുന്ന് 10-11 ദിവസം കൂടെ കഴിഞ്ഞാൽ ഇവർക്ക് വാഗ്ദത്തദേശത്ത് പ്രവേശിക്കാൻ പറ്റും. They could have entered the promised land in another 10-11 days. അപ്പൊ ദേശം ഉറ്റുനോക്കുവാൻ ഈ 12 ഗോത്രങ്ങളിൽ ഓരോ പ്രമാണിമാരെ തിരഞ്ഞെടുത്ത് മോശെ അയച്ചു. Then Moses selected leaders from each of the 12 tribes and sent them into the promised land. അവർ പോയി ദേശമെല്ലാം ഉറ്റുനോക്കി. They went and they spied the land. അവര് കണ്ടു, ഇത് മനോഹരമായ ദേശമോ. They said, indeed, this land is a beautiful land. ഇവിടെ പാലും തേനും ഒഴുകുന്ന ദേശം തന്നെയാ. This is a land where milk and honey literally flows. ദേശത്തിലെ ചില ഫലങ്ങൾ അവർ പറിച്ചു. They took some fruits from the land. ഒരു മുന്തിരിക്കുല അവർ അറുത്തു. They took out one vine. ഒരു മുന്തിരിക്കുല അറുത്തിട്ട് അത് 4 പേര് ചേർന്ന് ചുമന്നു. ഹല്ലേലൂയ. They took out one bunch of grapes. One bunch of grapes, and it took 4 people to take that back to their land. നമ്മൾ അങ്ങനെയുള്ള ഗ്രേപ്പ് കണ്ടിട്ടുണ്ടോ? Has any of us seen such a grapes? ഇത് ഭയങ്കര അനുഗ്രഹമുള്ള ഒരു സ്ഥലത്തേക്കാണ് ഇവർ പോകുന്നത്. They're going to a very blessed land. ഒറ്റ ഒരു മുന്തിരിക്കുല അറുത്തിട്ട് അതിനെ ചുമക്കാൻ 4 പേര് വേണം. For one group of grapes, it took 4 people to carry it. അതും ചുമന്നുകൊണ്ട് വന്നു. They all 4 of them took that and carried it into the land of Israel. എന്നാൽ ഈ ദർശനം അല്ലെങ്കിൽ ഈ 12 പേര് പോയവരിൽ Out of the 12 people that went, 10 പേർക്ക് ദർശനമേ ഇല്ലാത്തവരാ. 10 people did not have the vision. അവർക്ക് ഞങ്ങൾ എവിടെ പോകുന്നത് അവര് വിചാരിക്കും ഞങ്ങൾ ഏതാണ്ട് ചുമ്മാ ഇങ്ങനെ കോമാളികളായിട്ട് ഇങ്ങനെ ഈ മോശയുടെ കൂടെ നടക്കുന്നു എന്നുള്ള ചിന്തയാണ് ഇവർക്ക്. They have this mind that we are just following this Moses around. We don't really know what we are doing. ഞങ്ങൾ മോശയ്ക്ക് ഏതാണ്ട് സഹായം ചെയ്യാനെ കൊണ്ട് നടക്കുകയാണ് എന്നുള്ള കാഴ്ചപ്പാടാ. They have this understanding that we are here to help and support Moses. എടാ മോശയ്ക്കല്ല നിനക്ക് തരാനെ കൊണ്ടാണ് ദൈവം നിന്നെ വിളിച്ചത് എന്ന് ഇവന് തിരിച്ചറിയാൻ പറ്റിയില്ല. They were not able to understand that God did not call this for Moses but for him and the 12 people with him, that they were going to get this promise. അതുകൊണ്ട് ഇവന്മാർ വന്നിട്ട് എന്ത് പറഞ്ഞു അറിയാമോ? Do you know what they said when they came back? അവന്മാര് ഇവിടെ വന്നിട്ട് ഈ ദേശത്തെ പറ്റി, ദേശം നല്ലതൊക്കെ കാര്യം ശരിയാ. They said this land itself, they looked at the land and they came back and gave the report that the land is good. എന്നാൽ നമുക്കിത് കൈയടക്കാൻ പറ്റത്തില്ല. But we cannot inherit this land. ഇവന്മാരുടെ ഉള്ളിലുള്ള അവിശ്വാസം ഇവന്മാര് പുറത്തു പറഞ്ഞ ആ കൂട്ടത്തെ മുഴുവൻ തമ്മിലടിപ്പിച്ച് ആ കൂട്ടം മുഴുവൻ കരയാനിടയായി തീർന്നു. And because they declared their unbelief in front of the people of Israel, the entire group of Israel began to believe their words and they were all in confusion and tears. ആമേൻ. നമ്പേഴ്സ് 14 1 തൊട്ടുള്ള വാക്യം ഒന്ന് വായിക്കണേ. Can you read Numbers chapter 14 verse 1 onwards? എപ്പോഴാ സഭ ഉറക്കെ നിലവിളിച്ചത്? Then all the congregation began to weep. When did they begin to weep? ഈ കള്ളത്തരം ഇവർക്ക് കിട്ടിയ അറിവനുസരിച്ച് ഇവർ ദൈവത്തിൽ നിന്ന് കേട്ടിട്ട് ഒന്നുമില്ല. മോശ കേട്ടതനുസരിച്ച് ഇവർ പോവുക. എന്നാൽ ഇവർ കാണുന്നതനുസരിച്ച് കാഴ്ചപ്രകാരം ഇവരുടെ അവിശ്വാസത്തിന്റെ വാക്കുകൾ ഈ ജനത്തോട് പറഞ്ഞ് അവരുടെ മനസ്സിനെ ഉരുക്കി ജനമെല്ലാം കൂടെ അലമുറയിട്ട് കരയുക. And when these 10 people came back and told the people of what they had seen, of their own unbelief in their hearts, all the people were in confusion and they began to cry. ദർശനം പ്രാപിച്ചില്ലെങ്കിലുണ്ടല്ലോ, if you did not receive this vision, നിങ്ങളെ തന്നെ നിങ്ങൾ വഞ്ചിക്കുക മാത്രമല്ല, കൂടെ പോകുന്ന ആ ക്യാമ്പിനകത്ത് മുഴുവൻ നിങ്ങൾ വഞ്ചന അഴിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരും. if you do not receive this vision, you might not only deceive yourself but all the people around you. നമ്മൾ ദർശനം പ്രാപിക്കേണ്ട അത്യാവശ്യമാണ്. It is important that we receive the vision. നമുക്ക് ദർശനമില്ലെങ്കിൽ നമ്മളെ തന്നെ മാത്രമല്ല വഞ്ചിക്കുന്നത്. If we do not receive the vision, it's not only ourselves who we deceive. നമ്മളെ ഈ ഒരു പ്ലേഗ് പോലെ, ഒരു പകർച്ചവ്യാധി പോലെ നമ്മുടെ അവിശ്വാസം നമ്മൾ സകലരിലേക്കും പകരുവാൻ ഇടയായി തീരും. അവിടെ വലിയ കൂട്ടക്കരച്ചിൽ ഉണ്ടാകുവാൻ ഇടയാകും. And if we declare our unbelief because we did not receive this vision, then it might become like a plague and spread through the entire camp. എന്നാൽ അവരുടെ കൂട്ടത്തിൽ 2 പേരുണ്ടായിരുന്നു. But there were 2 people among the 12 spies. അവർക്ക് ഒരു ദർശനം ഉണ്ടായിരുന്നു. They had a vision. Those 2 had a vision. ആ മോശയ്ക്ക് ദർശനം കിട്ടിയെങ്കിലും മോശയ്ക്ക് കിട്ടിയ ദർശനം ഇവർക്ക് മനസ്സിലായി. Even though Moses received this vision, these 2 people understood the vision which God gave Moses. ഇത് തന്നെയല്ല, ദൈവം ഇവരെ നടത്തിക്കൊണ്ട് വന്ന വഴികളെ ഇവർ ശ്രദ്ധിച്ച് നോക്കിക്കൊണ്ടിരിക്കുക. And they are also looking at the ways in which God has brought these people out of Egypt. ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് ദൈവം ഇവരെ വിടുവിക്കുന്നവർ കണ്ടു. They saw God delivering these people out of the bondages in Egypt. ചെങ്കടലിൽ നിന്ന് വിടുവിക്കുന്നത് കണ്ടു. They saw how God delivered them through the Red Sea. മരുഭൂമിയിൽ അപ്പവും വീഞ്ഞും അത് ഓരോ ആവശ്യത്തിനുള്ള എല്ലാം ദൈവം കൊടുക്കുന്നവർ കണ്ടു. They saw how God provided for
them manna and water, all these things in the wilderness. ഇതെല്ലാം കണ്ടപ്പോൾ ഇവരുടെ ദർശനം മോശയോടൊപ്പം എടാ ഈ മോശ പറഞ്ഞതിന്റെ കാര്യമുണ്ട്, ഇത് ശരിയാണെന്ന് ഇവർക്ക് ഇപ്പോൾ ഒരു വിശ്വാസത്തിൽ ഒരു ഉറപ്പുണ്ട്. ആ വിശ്വാസത്തിന്റെ ഉറപ്പ് ഇവരുടെ വിശ്വാസത്തിന്റെ വാക്കുകൾ പറയാൻ അവരെ പ്രേരിപ്പിച്ചു. And when they saw all these things, they said that this Moses is not just empty words, there is something behind it, and they believed it. ഇവരോട് നേരിട്ട് ദൈവം സംസാരിച്ചാണ് നമുക്ക് കാണാനില്ല. We cannot find God speaking directly to these two people. എന്നാൽ അവരുടെ അനുഭവത്തിൽ നിന്നും ഈ മോശയുടെ കൂടെ ദൈവമുണ്ട്, മോശ പറഞ്ഞ ചുമ്മാതല്ല, ഇത് സത്യമാണെന്ന് ഇവർക്ക് അനുഭവിക്കാൻ ഇടയായി. അതിന്റെ ഫലമായി ഇവരുടെ ഉള്ളിലുള്ള ദർശനം പുറത്തു വരിക. And because they understood, they saw all the things that God was doing through Moses, they understood that God is indeed with Moses, and because of that their vision is coming out. അപ്പൊ അവര് പറയുകയാണ് ദേശമെല്ലാം ജനമെല്ലാം കരഞ്ഞുകൊണ്ടിരിക്കുക. All the people in the land, in the camp, are crying. എന്നാൽ ഈ രണ്ടുപേര് പറഞ്ഞു, But these two people are saying, കാലേബും ജോഷുവായുമാണ് അവർ. it's Caleb and Joshua who says, അവർ പറഞ്ഞു, നിങ്ങൾ എന്തിനാ ഇങ്ങനെ കരയുന്നേ? they said, people, why are you simply crying like this? നിങ്ങളാണോ ദേശത്തെ അടക്കാൻ പോകുന്നത്? നിങ്ങളല്ല. Are you the ones who are going to conquer the land? It's not you who is going to conquer the ഇത് land. ദൈവം നിങ്ങൾക്ക് തരുന്നതാ, ദൈവമായി ഇത് ചെയ്യാൻ പോകുന്നേ. ഈ മനുഷ്യനല്ല, ദൈവം ചെയ്തോളും. They said that it is not you who are going to conquer this land. This is a promise which God said he will give it to you, and he will do the battle for you. ശരിയാ, അവിടെ മല്ലന്മാരും ഒക്കെ ഉണ്ട്, പലരും ഉണ്ട്. പക്ഷേ നിങ്ങളുടെ കായിക ബലം കൊണ്ട് അവരെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. എന്നാൽ ദൈവം തന്റെ ദൂതനെ നിനക്ക് മുന്നമേ അയച്ച് നിനക്ക് വേണ്ടി വഴിയെ തുറക്കുമെന്നുള്ള ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ നീ വിശ്വസിച്ചാൽ മതി. നീ ദൈവത്തിനെതിരെ അവിശ്വാസം പ്രചരിപ്പിക്കാതിരുന്നാ മതി. It is true that there are giants and there are many oppositions in that land, but you have to hold on to the promise which God has given you, and you should walk forward in it. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. ദർശനമില്ലെങ്കിൽ നമ്മൾ പുറകോട്ട് പോകും. If you do not have a vision or a revelation about God, then you will begin to draw back. മര്യാദകേട് വരും, There will be lawlessness. നാശമുണ്ടാകും. There will be destruction. ഈ ജനത്തിന്റെ ഇടയിൽ ഈ പ്രചരണം പ്രചരിപ്പിച്ചവർ ഒരൊറ്റ ബാധ കൊണ്ട് പെട്ടെന്ന് മരിച്ചു പോയാൽ നമ്മൾ വായിക്കുന്നുണ്ട്. When you see all the people who showed this unbelief in the camp, they were all dead in the first plague. ജനത്തെ തളർത്തുവാൻ ഉപയോഗിച്ച ഈ ദർശനം ദർശനം മനസ്സിലാകാത്തവർക്ക് എന്ത് സംഭവിച്ചു? അവരെ ഒരു ബാധ കൊണ്ട് ദൈവം സംഹരിച്ചു. All those who did not understand this vision, God took them away with the plague. പഴയ നിയമത്തിലാണ് ഇത്, ഈ പുതിയ നിയമത്തിലല്ല. It is in the old covenant, not in the new covenant. അതുപോലെ ഒരുപാട് സംരംഭങ്ങളിൽ ഹല്ലേലൂയ സ്തോത്രം ഈ പുറകോട്ട് പോയവനെ എല്ലാം എന്ത് ചെയ്തു? അവർക്കാർക്കും ഈ വാഗ്ദത്തത്തിന്റെ പടി പോലും കാണാൻ പറ്റിയില്ല. അവരെല്ലാം തൽക്ഷണം നശിച്ചു പോകുവാനിടയായി തീർന്നു. What you see is all the people who draw back, who did not receive this vision, they end up perishing. ആമേൻ. എന്താണ് കാരണം? What is the reason? ദർശനമില്ലാഞ്ഞിടത്ത് Because there was no revelation. ജനം മര്യാദ കെട്ട് നടക്കുന്നു. The people began to walk lawlessly. ദർശനമില്ലാത്തിടത്ത് ജനം നശിക്കുന്നു. And where there was no vision, the people began to perish. ദർശനമില്ലാത്തിടത്ത് ഒന്നും നടക്കത്തില്ല. Where there is no vision, nothing happens. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് രാത്രി ഒരു സ്വർഗീയ ദർശനത്തിന് ഹല്ലേലൂയ സ്തോത്രം അനുസരണമായിട്ടാണ് നമ്മൾ ഈ സഭയിൽ വന്നിരിക്കുന്നത്. This evening time, we are here in this midst of this sanctuary according to a heavenly vision. ആ സ്വർഗീയ ദർശനത്തോട് അനുസരണക്കേട് കാണിക്കാതെ നമുക്ക് മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. Let God enable us to walk in obedience to that heavenly vision. ഇന്ന് രാത്രി ഹല്ലേലൂയ നമുക്കൊരു ദർശനം അത്യാവശ്യമാണ്. This evening, we need to have a vision. എന്താണ് ദർശനം? What is that vision? കർത്താവേ, ഹല്ലേലൂയ സ്തോത്രം. നമുക്ക് ഓരോരുത്തർ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ഒരു ദർശനം ആവശ്യമാണ്. In Christian life, each of us need a vision. ഞാൻ എന്ത് ചെയ്യണം? What should I do? ഞാൻ എന്തെങ്കിലും ചെയ്താൽ മതിയോ? Is it that should I do something for God? അല്ല, ഞാൻ ദൈവം പറയുന്നത് ചെയ്യണം. No, I should do whatever God tells me to do. ദൈവം പറയുന്നതാണ് ഞാൻ ചെയ്യേണ്ടത്. Whatever God tells me, that is what I must do in my life. ആമേൻ. നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും ദൈവം എന്താണ് പറയുന്നത്? How will we understand the difference between what God tells us and what he does not? നെഹമ്യാവിന്റെ പുസ്തകത്തിലേക്ക് നോക്കാം, 2:12 വാക്യം വായിക്കാം. When we read Nehemiah chapter 2 verse 12. നെഹമ്യാവിന് ഒരു ദർശനമുണ്ടായിരുന്നു. Nehemiah had a vision. നെഹമ്യാവിന്റെ ദർശനം ഹല്ലേലൂയ 2:12 വായിക്കാം. സ്തോത്രം. Nehemiah's vision was this. മതി. ഹല്ലേലൂയ. യെരുശലേമിൽ ചില കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം നെഹമ്യാവിനോട് പറഞ്ഞിരുന്നു. ഈ പറഞ്ഞത് നെഹമ്യാവ് ദൈവത്തിൽ നിന്ന് പ്രാപിച്ച ഒരു ദർശനമാണ്. ഈ ദർശനം നെഹമ്യാവ് ആരോടും പറഞ്ഞിട്ടില്ല, തന്റെ ഹൃദയത്തിൽ താൻ രഹസ്യമായി സൂക്ഷിച്ചു വെച്ചിരുന്നു.
This is a vision which Jeremiah had, which Nehemiah had. Nobody else had seen this. This is something God had given to Nehemiah himself, that he is going to do something in Jerusalem. ആമേൻ. നെഹമ്യാവിന് ഒരു ദർശനം ഉണ്ടായിരുന്നു. Nehemiah had a vision from God. നെഹമ്യാവിന് എപ്പോഴാ ദർശനം കിട്ടിയത്? When did he receive this vision? എവിടുന്നായി ദർശനം കിട്ടിയത്? Where did he receive this vision from? ഒരിക്കൽ നെഹമ്യാവ് അവിടെ രാജകൊട്ടാരത്തിൽ പാനപാത്രവാഹകനായിരുന്നു, നമുക്കറിയാം. We know that he was a cupbearer in the palace of a king. ഒരിക്കൽ അദ്ദേഹത്തിന് യെരുശലേമിൽ നിന്ന് വണങ്ങുന്ന ചില ആളുകളിൽ കൂടെ അദ്ദേഹം ചില കാര്യങ്ങൾ അറിഞ്ഞു. He came to understand some things through the people who came from Jerusalem. നെഹമ്യാവ് പ്രവാസിയായി ഈ വിദേശത്ത് പാർക്കുമ്പോൾ യെരുശലേമിൽ നിന്ന് വന്ന ആളുകളെ കണ്ടു. When he saw the people who were captives from Jerusalem, അവർ വന്നപ്പോൾ ചോദിച്ചു, എന്ത് നമ്മുടെ നാട്ടിൽ എന്തൊക്കെയുണ്ട് വിശേഷം? and he asked these people who were coming from Jerusalem, how is the things in our land back home? അപ്പൊ യെരുശലേമിൽ നിന്ന് വന്നവർ പറഞ്ഞു, നമ്മുടെ പിതാക്കന്മാരുടെ കല്ലറയിലുള്ള പട്ടണം തീ വെച്ച് ചുട്ടുകിടക്കുകയാണ്, അതിന്റെ മതിലെല്ലാം ചണ്ടിക്കുമ്പാരമായി കിടക്കുകയാണ്, അവിടെ ഒരു ഗതിയുമില്ല, നമുക്ക് നമ്മുടെ ജനത്തിന് ഭയങ്കര പ്രയാസം വന്നിരിക്കുകയാണ് എന്ന് അവിടെ നടക്കുന്ന ദുർവർത്തമാനമല്ല, അവിടെ നടക്കുന്ന സംഭവങ്ങളെ പറ്റിയുള്ള സത്യവർത്തമാനം നെഹമ്യാവിനെ അവർ അറിയിച്ചു. And these captives told Nehemiah of all the things that happened to their city, how it was destroyed, how all the graves were robbed, how the walls were broken. ഈ വർത്തമാനം കേട്ടപ്പോൾ When Nehemiah heard these words, എന്റെ ഈ നെഹമ്യാവ് എന്ത് ചെയ്യുന്നറിയാമോ? കുറേ ദിവസം, എത്ര ദിവസം എന്ന് പോലും പറഞ്ഞില്ല, കുറേ ദിവസം ദൈവസേനയിൽ കരഞ്ഞും ഉപവസിച്ചും പ്രാർത്ഥിച്ചും ദൈവസേനയിൽ സമയം ചെലവഴിക്കാൻ തുടങ്ങി. when Nehemiah heard this, he began to cry and weep in the presence of God. He began to fast for many days. It doesn't say how many days. എത്ര ദിവസം എന്ന് പറഞ്ഞിട്ടില്ല, 40 ദിവസം എന്ന് പറഞ്ഞിട്ടില്ല, It doesn't say that it's 40 days. 50 ആണോ 2 മാസമാണോ 3 മാസമെന്ന് പറഞ്ഞിട്ടില്ല. We don't know if it's 2 months or 3 months. എന്നാൽ നെഹമ്യാവ് ദൈവസേനയിൽ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും കരയുകയും ചെയ്തു. But Nehemiah began to cry and weep in the presence of God അദ്ദേഹത്തിന് ഒരു ആത്മഭാരമുണ്ടായി. because he had a spiritual burden. യെരുശലേമിന് വേണ്ടി ഞാൻ എന്തെങ്കിലും ഒന്ന് ചെയ്യണം, Oh, I should do something for Jerusalem. ഞാൻ എന്ത് ചെയ്യും കർത്താവേ? And he began to ask God, God, what am I to do for ഞാൻ എന്ത് Jerusalem? ചെയ്യണം കർത്താവേ? He asked God, God, what should I do ഞാൻ for എന്ത് ചെയ്യണം Jerusalem? കർത്താവേ? He asked God, God, what should I do? ഞാൻ രാപ്പകൽ ദൈവസേനയിൽ നെടുമ്പോട് കരയാൻ തുടങ്ങി. He began to weep morning and evening in the presence of God. അങ്ങനെ കരയാൻ തുടങ്ങിയപ്പോൾ തന്റെ മനസ്സിൽ ദൈവം ഒരു ദർശനം കൊടുത്തു. And when he ഹല്ലേലൂയ, began to cry like that, God put a vision in his heart. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനയിലാണ് ദൈവസന്നിധിയിൽ ഏകാഗ്രതയോടെ നിന്റെ ഹൃദയം പകരുമ്പോഴാണ് ദൈവം തന്റെ ദർശനം, നിന്നെ പറ്റിയുള്ള ദർശനം നിനക്ക് കൈമാറുന്നത്. It is when you pray and when you're alone in the presence of God, that is when he pours out a vision about you into your heart. ഹല്ലേലൂയ. ദർശനം പ്രാപിച്ച നെഹമ്യാവ് പല കാര്യങ്ങൾ ചെയ്തു. യെരുശലേമിൽ പോയി അതിനുവേണ്ടി ആ ദർശനം അതിനെ നടത്തിയെടുക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ദൈവം അനുകൂലമാക്കി കൊടുത്ത് യെരുശലേമിലേക്ക് നെഹമ്യാവിനെ ദേശാധിപതികൾക്കെല്ലാമുള്ള എഴുത്തുമായിട്ട് രാജാവ് അയച്ച കാര്യം നമുക്കറിയാം. We know of the instance where after he received the vision, he was able to go to Jerusalem and do all the things that God had intended for him to do. God enabled all the circumstances to be favorable towards him. ആമേൻ. ദൈവസന്നിധിയിൽ കരഞ്ഞ് ദൈവസന്നിധിയിൽ ഉപവസിച്ച് ഈ ദൈവദാസൻ പ്രാപിച്ച ദർശനത്തെ നടത്തി കൊടുക്കുവാൻ ആവശ്യമാകുന്ന എല്ലാ ഫേവറും രാജാവിൽ കൂടെയും ദേശാധിപതിമാരിൽ കൂടി എല്ലാം ദൈവം തന്നെ ഇടപെട്ട് ഹല്ലേലൂയ ഇദ്ദേഹത്തിന് ചെയ്തു കൊടുത്തു. Praise the Lord. God himself enabled all the situations to come into a point where Nehemiah was able to carry out the vision which God had given to him. നമുക്കറിയാം, രാജാവ് അദ്ദേഹത്തോട് ആർദ്രം ചോദിക്കും, നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്താ? രാജാവിന് ഈ വൈൻ ബിയറിനെടുക്കല്ലേ, തനിക്ക് എന്റെ ബട്ട്ലറോട് ഇങ്ങനൊന്നും ദയ തോന്നിട്ട് കാര്യമൊന്നുമില്ല. There is no reason that you see how the king begins to ask Nehemiah, why is your face so sad? There is no reason for a king to ask somebody who brings him drinks why he does that. അതുപോലെ ദേശത്തിലെ ഈ മതിൽ പണിയാനെ കൊണ്ട് അദ്ദേഹത്തിന്റെ ഹൃദയത്തിലുള്ള ചിന്തയ്ക്ക് ആവശ്യമാവുന്ന ആ സൗകര്യങ്ങളും സഹായങ്ങളും ഒക്കെ ചെയ്യുവാൻ അവിടുത്തെ ദേശാധിപതിമാർക്കും ഒക്കെ എഴുതാനെ കൊണ്ട് ഈ ഒരു ബട്ട്ലർ ആയിരിക്കുന്ന, ഒരു വെയിറ്റർ ആയിരിക്കുന്ന ഈ മനുഷ്യൻ പറഞ്ഞാൽ രാജാവ് കേൾക്കേണ്ട കാര്യമില്ല. എന്നാൽ ദൈവത്തിന്റെ ദർശനം ഇവന്റെ ഉള്ളിലുള്ളത് കൊണ്ട് അധികാരികളെ അവൻ അനുകൂലമാക്കി തീർത്ത് സകലവും നടത്തി കൊടുക്കുന്ന ഒരു ദൈവം ജീവിക്കുന്നതിനായിട്ട് സ്തോത്രം. There is no reason why a king should listen to a butler or a king should listen to a waiter and do all the things that he needs for his vision to come to pass. But since the vision is from God, God made all these things favorable to him. ദൈവത്തിൽ നിന്നാണോ നിനക്ക് ദർശനം കിട്ടിയത്? ആ ദർശനം നടത്തി തരുവാൻ സകല അധികാരികളെ നിനക്ക് അനുകൂലമാക്കി ദൈവം തിരിക്കും. Amen. If God is the one who gave you the vision, then he will make all the circumstances favorable for you to accomplish that vision. Amen. നെഹമ്യാവ് പോയി മതിൽ പണിഞ്ഞു, എല്ലാ കാര്യങ്ങളും നമുക്കറിയാം. അദ്ദേഹത്തിന് പ്രയാസങ്ങളുണ്ടായി. We know what happened. Nehemiah went and he built the walls.
എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കാൻ ഇടയായി. He was able to do everything according to the will of God. എന്തുകൊണ്ടാണ് സാധിച്ചത്? Why did it happen? ദൈവത്തിൽ നിന്ന് താൻ പ്രാപിച്ച ഒരു ദർശനമുണ്ട്. Because there is a vision which he received from God. അത് പ്രാർത്ഥനയിൽ കണ്ണുനീരോടെ പ്രാപിച്ചതാ. He received it in prayer and in tears. അങ്ങനെ പ്രാപിച്ച ദർശനത്തെ നടത്തി കൊടുക്കുവാൻ വേണ്ടതെല്ലാം ദൈവം ചെയ്തു കൊടുക്കും. In order to accomplish that things which he saw in his vision, God did everything in his power to do it. ഇന്ന് രാത്രി നമുക്ക് ദൈവത്തിൽ നിന്ന് ഒരു ദർശനമുണ്ടോ? This evening time, do we have a vision from God? കർത്താവേ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? God, what is it that we should do? എനിക്ക് പല കാര്യങ്ങൾ ചെയ്യണം കർത്താവേ. God, I want to do many things for you. എനിക്ക് നിനക്ക് വേണ്ടി പലതും ചെയ്യണം. God, I want to do many things for you. കർത്താവേ, ഞാൻ എന്ത് ചെയ്യൂ? What will I do for it? ഹല്ലേലൂയ. നമ്മുടെ ആഗ്രഹം പോലെ നമുക്ക് പലതും ചെയ്യാൻ സ്വാതന്ത്ര്യമുണ്ട്. We have the freedom to do many things as we want. അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ, When you study the book of Acts chapter 16, അപ്പോസ്തലനായ പൗലോസിനെ നമുക്ക് കാണാം. we see Apostle Paul. അപ്പോൾ അദ്ദേഹം അങ്ങനെ വലിയ താല്പര്യത്തോടുകൂടി കർത്താവിന്റെ വേലയ്ക്ക് ശുഷ്കാന്തിയോടെ നടക്കുക. He's very excited and continuing in the ministry which God had given him. അപ്പോൾ അദ്ദേഹത്തിന് പലതും ചെയ്യാനെ കൊണ്ടുള്ള പ്രേരണ വരിക. And at that time he has this desire to do many things for the kingdom of God. അതിന്റെ 6 മുതലുള്ള വാക്യം വായിക്കണമേ. Acts chapter 16 verse 6 onwards. സ്തോത്രം. അമ്മേ നിർത്തണേ, ഒരു സ്ഥലം നിർത്തണേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പൗലോസിന് അങ്ങനെ ശുഷ്കാന്തി പൂണ്ടു. ഉള്ളിൽ ഭയങ്കര തീവ്രതയാണ്. ഇപ്പോൾ എനിക്ക് കർത്താവിന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യണം. Paul was very excited and zealous for his desire to do for the kingdom of God. അപ്പോൾ പറഞ്ഞു, അപ്പോൾ ഇവിടെ ആശയ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ പോയി പ്രസംഗിക്കാം, അവിടെ പോയി എല്ലാവരോടും സുവിശേഷം അറിയിക്കാം. At that time he had this desire, I want to go to Asia and preach the gospel to everyone there. വലിയ ഉത്സാഹത്തോടുകൂടി ആശയിലേക്ക് പോകാൻ തുടങ്ങി. And he was very excited and he began to go to Asia. പരിശുദ്ധാത്മാവ് പറഞ്ഞു, മോനെ അവിടെ നില്ലേ. And the Holy Spirit said, Paul, please stop there. നീ ഇപ്പോ പോകണ്ട, ഏഷ്യയിലല്ല നീ ഇപ്പോ പോകേണ്ടത്. You should not go to Asia right now. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് അവനെ തടഞ്ഞു. The Holy Spirit forbid him to go to Asia. അത് കഴിഞ്ഞപ്പോൾ പൗലോസ് വിചാരിച്ചു, എന്നാ ഏഷ്യയിൽ പോകണ്ടെങ്കിൽ ഇനി ബിഥുന്യയെ പോകാനായിരിക്കും ദൈവത്തിന്റെ ഇഷ്ടം, ഞാൻ അങ്ങോട്ട് പോവുകയാണ്. And when the Holy Spirit stopped Paul from going into Asia, Paul thought maybe I should go to this place, Bithynia or Mysia, because God forbid me to go to Asia. ആമേൻ. ഹല്ലേലൂയ. എന്നാൽ യേശുവിന്റെ ആത്മാവോ അവരെ സമ്മതിച്ചില്ല. And then it says again that the Spirit of God did not allow him to go there. ആമേൻ. മനുഷ്യന്റെ ഹൃദയത്തിൽ പല ചിന്തകളുമുണ്ട്, ദൈവത്തിന്റെ ആലോചന നിവൃത്തിയാകും. Amen. There are many intentions that come out of the hearts of men, but only the vision or the will of God will be carried out. മനുഷ്യന്റെ ഹൃദയത്തിൽ താൻ നല്ലതെന്ന് തോന്നുന്നതെല്ലാം ദൈവത്തിന്റെ മുമ്പാകെ നല്ലതല്ല. Many things that people think are good in the eyes of good in their own eyes are not good in the eyes of God. അതിന്റെ അർത്ഥം നമ്മൾ മോശക്കാരാന്നിട്ടല്ല. That does not mean that we are bad people. പൗലോസ് മോശക്കാരനായിട്ടല്ല. It is not because Paul was bad. അദ്ദേഹത്തിന്റെ ആഗ്രഹം നല്ലതായിരുന്നു. All his desires were good. ഹല്ലേലൂയ. ഫിലിപ്പിയർ ലേഖനം 2:13 നമ്മൾ വായിക്കുന്നു. In Philippians chapter 2 verse 13 we read like this. ഹല്ലേലൂയ. വായിച്ചോ. ആമേൻ. ദൈവമാണ് നമ്മൾ ആഗ്രഹിക്കാനും ഇച്ഛിക്കാനും പല കാര്യങ്ങളും. അതുപ്രകാരം നമ്മൾ നോക്കുമ്പോൾ പൗലോസ് ചെയ്ത എന്തെങ്കിലും തെറ്റുണ്ടോ? It is God who wills in you both to do and to work, and according to that, is there anything wrong in what Paul did? പോൾ ചെയ്തതിന് ഒരു തെറ്റുമില്ല. ആഗ്രഹിക്കാനും ഇച്ഛിക്കാനും ഒക്കെ പരിശുദ്ധാത്മാവ് അദ്ദേഹത്തിന് താല്പര്യം കൊടുത്താന്ന് വിചാരിച്ച് അദ്ദേഹം ധൈര്യത്തോടെ ചെയ്യുകയാണ്. And whenever he had this desire, he thought it's the Holy Spirit that's inspiring him, and he went and did it. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ആഗ്രഹപ്രകാരം നമുക്ക് പല ആഗ്രഹങ്ങളും ഉണ്ടാകാം. And when we go on like that, we might have many desires in us. എല്ലാ ആഗ്രഹങ്ങളും ദൈവത്തിന്റെ ആഗ്രഹമാകണമെന്നില്ല. Many of them might not be from God. എന്നാൽ നമ്മുടെ സ്വന്തം ആഗ്രഹപ്രകാരം മുന്നോട്ട് പോകുമ്പോൾ അത് ദൈവത്തിന്റെ വിരുദ്ധമാണെങ്കിൽ ദൈവം അതിനെ തടയും. When we go forward in this desires for the kingdom of God, if it is against the will of God, then God himself will stop us. ആമേൻ. അത് നാം ദൈവത്തിന്റെ ഇഷ്ടമാണെങ്കിൽ അതിന് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വരും. അല്ലെങ്കിൽ ദൈവം തമ്പുരാൻ തന്നെത്താനെ ദൈവത്തിന്റെ പണിയെ ചെയ്യുവാനുള്ള ഉത്തരവാദിത്വം ദൈവത്തിന് നന്നായിട്ട് അറിയാം. നമ്മുടെ ജഡത്തിൽ ചെയ്യേണ്ട കാര്യമില്ല, അതിനെ ദൈവം അവിടെ തടയുവാൻ ഇടയായിത്തീരും. If it is against the will of God, then God will close all the doors. But if it is for the will of God, he will open all the doors for you. ആമേൻ. എന്നിട്ട് പൗലോസിനോട് അതിന്റെ അടുത്ത വാക്യം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. The next verse we read like this. Amen. Acts 16. Amen. കർത്താവേ, കരങ്ങളിലേക്ക്. കർത്താവേ, പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. എന്നിട്ട് അദ്ദേഹം അവിടേക്ക് കടന്നു പോവുകയാണ്. അവിടെ വെച്ച് 2 തവണ പരിശുദ്ധാത്മാവ് അദ്ദേഹത്തെ തടഞ്ഞു.
There you can see 2 times the Holy Spirit stopping Paul from going to certain places. അതിന്റെ അർത്ഥം പൗലോസേ നീ എങ്ങും പോകണ്ടെന്നാണോ? Does that mean that Paul, you should not go anywhere? അല്ല, ദൈവം ആഗ്രഹിക്കുന്നിടത്താണ് നീ പോകേണ്ടത്. It is not does not mean that you shouldn't go anywhere, but you should go to the places where God wants you to go. ആമേൻ. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് രാത്രിയിൽ ഒരു ദർശനത്തിൽ പൗലോസിനോട് പറഞ്ഞു, മാസിഡോണിയയിലാണ് നീ പോകേണ്ടത് പൗലോസേ, നീ ബെഥനിയയിലല്ല, നീ മറ്റേ സ്ഥലത്തല്ല പോകേണ്ടത്, നിനക്ക് പോകുവാൻ ദൈവം നിശ്ചയിച്ചിരിക്കുന്ന സ്ഥലം മാസിഡോണിയയാണ്, അവിടെയാണ് നീ പോകേണ്ടതെന്ന് പരിശുദ്ധാത്മാവിനോട് വ്യക്തമായ ആലോചന പറഞ്ഞു കൊടുത്തു. That is why at night the Holy Spirit spoke to Paul in a vision and say, you should not go to Asia, or you should not go to Bithynia, but you should go to Macedonia. മാസിഡോണിയയിൽ ദൈവത്തിന്റെ ദർശന പ്രകാരം പൗലോസ് പോയി. Paul went to Macedonia according to the vision of God. മാസിഡോണിയയിൽ നമുക്കറിയാം, കഴിഞ്ഞ ദിവസം കർത്താവിന്റെ നമ്മളെ ഓർമ്മിച്ചു, ലുദിയയുടെ നേതൃത്വത്തിൽ അവിടെ ഹല്ലേലൂയ സ്തോത്രം ഫിലിപ്പി പട്ടണത്തിൽ ഒരു സഭയുണ്ടായി. And in Macedonia, in Philippi, under the leadership of Lydia, God opened a church there. അവിടെ ഹല്ലേലൂയ സ്തോത്രം അതിനുശേഷം വെളിച്ചപ്പാടാത്മാവ് ഉണ്ടായിരുന്ന ആ പെൺകുട്ടി അവിടെ മാനസാന്തരപ്പെട്ടു. There you can see how the oracle was cast out, all the demons were cast out of her, and there a church was there. ആമേൻ. ഹല്ലേലൂയ സ്തോത്രം. ലുദിയ അവിടെ ഒരു ആദ്യത്തെ മെമ്പറാണ്. അവിടുത്തെ ഫിലിപ്പിയ സഭയിലെ ആദ്യത്തെ മെമ്പറാണ് ലുദിയ. Lydia was the first member of the Philippian church. രണ്ടാമത്തെ മെമ്പറാണ് ഹല്ലേലൂയ സ്തോത്രം ഈ വെളിച്ചപ്പാടാത്മാവ് ഉണ്ടായിരുന്ന ഈ പെൺകുട്ടി. The second member was this woman who had a spirit of divination in her. ആ മൂന്നാമത്തെ കുടുംബമാണ് അവിടുത്തെ കാരാഗൃഹ പ്രമാണി കുടുംബവും. The third family was the jailer and his entire family. അങ്ങനെ അവിടുത്തെ സഭ വളരുവാനിടയായി. And like that the church there began to grow. അതിന്റെ കാരണം എന്താണ്? What was the reason behind it? ദൈവിക ദർശനത്തിന് അനുസരണക്കേട് കാണിക്കാതെ അപ്പോസ്തലനായ പൗലോസ് പോകുവാൻ ദൈവം കൃപ ചെയ്തു. അതുകൊണ്ടാണ്. It is because Paul understood the vision which God gave him and he obeyed it. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയിലാണ് നമുക്ക് ദൈവ ദർശനം തരുന്നത്. This evening, people of God, we receive the visions from God in prayer. ദൈവത്തിന് നമ്മളെ പറ്റി മഹത്തായ പദ്ധതിയുണ്ട്. God has big plans for us. ആമേൻ. ഹല്ലേലൂയ. നമ്മളെ കാണുന്ന പോലെയൊന്നും അല്ല ദൈവം നമ്മളെ കാണുന്നത്. God does not see us the same way we see ourselves. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു, പത്രോസിന്റെ സഹോദരനായ അന്ത്രയോസ് പത്രോസിനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. In John chapter 2, I think ജോൺ 1:42. John chapter 1 verse 42, I think Andrew, Peter's brother, begins to call Peter to Jesus. ആമേൻ. ഹല്ലേലൂയ. യോഹന്നാൻ 1:42 നമ്മൾ വായിക്കുന്നു, ഹല്ലേലൂയ, യേശുവിന്റെ അടുക്കൽ പത്രോസിനെ അന്ത്രയോസ് കൊണ്ടുവന്നു. There we read like this, Andrew brought his brother Peter to Jesus. ആമേൻ. കർത്താവ് യേശു അവനെ നോക്കി. And Jesus looked at him. ഹല്ലേലൂയ. യേശു അവനെ നോക്കി, നീ യോഹന്നാന്റെ പുത്രനായ ശീമോനാകുന്നു, നിനക്ക് കേഫ എന്ന് പേരാകും എന്ന് പറഞ്ഞു. അത് പത്രോസ് എന്നാകുന്നു. ഹല്ലേലൂയ. And there you can see Jesus looked at him and said, you are son of Jonah, you will be called Cephas, which means a stone. നമ്മളെ ഉള്ളതുപോലെ കാണുന്ന, എന്തായി തീരും നമ്മളെ ഉള്ളതുപോലെ കാണുന്ന ഏറ്റവും വലിയ ദർശകൻ നമ്മുടെ കർത്താവായ യേശുവാണ്. The biggest visionary who sees all that we can be is Jesus himself. കടൽക്കരയിലെ കോടാനുകോടി മണൽത്തരിയിൽ ഒരു മണൽത്തരി പോലെ ഇരിക്കുന്ന പാവം പിടിച്ച പത്രോസിനെ നോക്കി എന്റെ യേശു വിളിക്കുക, നീ പത്രോസ് ആകുന്നു, നീ ഒരു വലിയ പാറ കഷണമാണ് എന്നെ യേശു പത്രോസിനെ വിളിച്ചു. ഹല്ലേലൂയ. Jesus looks at Peter as though one looks into the sands that is on the seashore, and he looks at that one grain of sands and says that you are Peter and you will be a piece of stone. When we look at ourselves, we may not see much. But Jesus does not see the same way you see yourself. When we see there are 2 or 3 people praying in this church, but that's not the way Jesus sees the church. None of us sees us in this situation. When we study book of Genesis chapter 1, it says that the earth became formless and void, and it's seen there. An earth that was formless and void. But God did not see it as an earth like that, without form and with void. God saw it as a planet, as an earth which is full of life, and where Praise the Lord. A man in the image of God begins to rule over everything. God does not see us the same way we see ourselves. Amen, 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 amen. Hallelujah.
When the world looks, what is the crucifixion of ഓ Christ? പാവമായി ഒരു നല്ലൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം ഇങ്ങനെ 33 വയസ്സിൽ കഷ്ടമായി പോയി മരിച്ചു പോയല്ലോ. When the world looks at it, it's that a good man, he suffered at the age of 33 and died. എന്നാൽ എന്റെ ദൈവം അങ്ങനെയല്ല ഇതിനെ കാണുന്നത്. But God does not see it the same way as men sees it. കോടാനുകോടി പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുവാൻ ഒരു ആദ്യഫലമായി ഒരു വിത്ത് എന്റെ പിതാവ് ഭാഗ്യതാണെന്നുള്ള സത്യം പിതാവിന് മാത്രമേ അറിയത്തുള്ളൂ. Only the Father knew that this is the firstborn of many sons of glory. ആമേൻ, ഹല്ലേലൂയ. എന്റെ ദൈവത്തെ പോലെ ദർശനം പ്രാപിക്കുവാൻ ഈ ദിവസത്തിൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ. Let God enable us to be a visionary just like he is. മോശയുടെ കാലഘട്ടത്തിൽ മോശയോട് മാത്രമേ ദൈവം സംസാരിച്ചുള്ളൂ. In the time of Moses, God only spoke to Moses. ആമേൻ. എന്നാൽ കർത്താവായ യേശു ശിഷ്യന്മാരോട് ഇങ്ങനെ പറഞ്ഞു. But Jesus told to the disciples like this. ഹല്ലേലൂയ, സ്തോത്രം. യേശു ഇങ്ങനെ പറഞ്ഞു, എന്റെ പിതാവിനോട് കേട്ടതെല്ലാം ഞാൻ നിങ്ങളോട് അറിയിച്ചിരിക്കുന്നതുകൊണ്ട് ഞാൻ ഇന്ന് നിങ്ങളെ ശിഷ്യന്മാരെന്ന് പറയുന്നില്ല, ഞാൻ നിങ്ങളെ സ്നേഹിതന്മാരെന്ന് വിളിക്കുക. And Jesus told to his disciples like this, since I have told you everything which the Father have told me, because of that I do not call you disciples anymore, I call you friends. ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ബന്ധത്തെക്കാൾ more than a relationship between a teacher and a student, സുഹൃത്തുക്കൾ തമ്മിൽ അധിക സ്വാതന്ത്ര്യമുണ്ട്, ബന്ധമുണ്ട്. ഗുരു ശിഷ്യൻ തമ്മിൽ നല്ല ബന്ധമുണ്ട്. പക്ഷേ നമ്മുടെ ശിഷ്യന്മാരോട് നമ്മൾ പറയാത്ത കാര്യങ്ങൾ നമ്മുടെ സുഹൃത്തുക്കളോട് നമ്മൾ പറയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. There is more freedom in a relationship between friends than between the teacher and the student. ആമേൻ, ഹല്ലേലൂയ. ആ സ്വാതന്ത്ര്യത്തിലേക്ക് പുതിയ നിയമത്തിൽ ദൈവം നമ്മളെ കൊണ്ടുവന്നിരിക്കുക. In the new covenant, God has brought us into that freedom. ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രികാലം നമുക്ക് നമ്മളെ പറ്റി ഒരു ദർശനം പ്രാപിക്കാം. And because of that, this evening, let's receive a vision about ourselves. നമുക്ക് പ്രാർത്ഥനയിലാണ് ഈ ദർശനം ഉരുവാകുന്നത്. It is in prayer that this vision is revealed. ദാവീദ് 139 സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നു, David says in Psalms 139, ഭൂമിയുടെ അധോഭാഗങ്ങളിൽ ഞാൻ സൃഷ്ടിക്കപ്പെട്ടു. I was created in the inward parts of the earth. ഹല്ലേലൂയ. ഞാൻ നിർണയിക്കപ്പെട്ട നാളുകളിൽ ഒന്നുമല്ലാതിരുന്ന സമയത്ത് ഞാൻ ഭൂമിയുടെ അധോഭാഗങ്ങളിൽ സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു അമ്മയുടെ ഉദരത്തിൽ ഞാൻ ഒന്നുമല്ലാതെ ശരീരത്തിന് ഒരു രൂപമോ ഭാവമോ ഒന്നുമില്ലാതെ ഒരു ഭ്രൂണമായിട്ട് ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിലായിരുന്നു. David says that I was without any form, I was void of any shape, I did not look like anything in the womb of my mother. എന്നാൽ അന്നും നിന്റെ കണ്ണെന്നെ കണ്ടു. But even then your eyes was upon me. എന്നെ കണ്ടത് നീ ഒരു ഭ്രൂണമായിട്ടല്ല കണ്ടത്, എന്നെ വളർച്ച പ്രാപിച്ച പക്വതയുള്ള പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ആൺ പൈതലായിട്ട് ഒരു ചുണക്കുട്ടിയായിട്ടാണ് അന്നും എന്റെ ദൈവം എന്നെ കണ്ടത്. But then you did not see me as somebody who did not have any form or any character, but you saw me as a good young man. ഇന്ന് രാത്രി നമ്മളെ പറ്റി എങ്ങനെ കാണുന്നു എന്നുള്ളത് വിഷയമല്ല. This evening, it does not matter how we see ourselves. ദൈവം നമ്മളെ പറ്റി എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് വിഷയം. What matters is how God sees us. ദൈവം നമ്മളെ പറ്റി എങ്ങനെ കാണുന്നത് തിരിച്ചറിഞ്ഞ് അങ്ങനെയായി തീരുക, അങ്ങനെയാണ് ഞാനെന്ന് പറയുന്നതിലാണ് നമ്മുടെ ജയം. Our victory is in saying that how God sees us and declaring it. That's where our victory is. ഇന്ന് രാത്രി പ്രിയപ്പെട്ടവരെ, നമുക്കൊരു ദർശനം ആവശ്യമാണ്. This evening, people, we need a vision. ദൈവം ഒരു ദൈവദാസനോട് ദർശനം കൊടുക്കുമ്പോൾ ആ ദൈവദാസനോട് ചേർന്ന ദർശനത്തിൽ നമ്മൾ പങ്കാളികളാകുക. When God gives a man of God a vision, we begin to be partakers of that vision. ഹബക്കൂക്കിന്റെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ, when you study the book of Habakkuk, 1-ാം അധ്യായം പഠിക്കുമ്പോൾ, when you study chapter 1, ഹബക്കൂക്കിന് ഭയങ്കര ആവലാതിയാ. Habakkuk was very anxious. കർത്താവേ, ഞാൻ അയ്യം വിളിക്കും, ശത്രുക്കൾ വന്ന് ഞങ്ങളെ ഇങ്ങനെ ഉപദ്രവിക്കും. ഭയങ്കര പരാതികളാണ് അദ്ദേഹത്തിന്. Habakkuk had many complaints before God. 2-ാം അധ്യായം തുടങ്ങുമ്പോൾ, when chapter 2 opens, അദ്ദേഹം ഇങ്ങനെ ദൈവത്തോട് പറയുകയാണ്. he begins to say this to God. അദ്ദേഹം ഒരു ഗേറ്റ് കീപ്പർ ആണ്. He's a gatekeeper. അദ്ദേഹം ഒരു സെക്യൂരിറ്റി ഗാർഡ് ആണ്. He's a security guard. സെക്യൂരിറ്റി ഗാർഡ് ആയിട്ടുള്ള അദ്ദേഹം ഇങ്ങനെ വിളിച്ചു പറയുന്നു, a security guard, he begins to say this to God. ഞാൻ ഗേറ്റ് കാവൽ ചെയ്തുകൊണ്ട് കൊത്തളത്തിൽ ഞാൻ കാവൽ ചെയ്തുകൊണ്ട് ദൈവം എന്നോട് എന്തരുളി ചെയ്യും എന്ന് കേൾക്കുന്നതിന് ശ്രദ്ധ വയ്ക്കും. He said that I will stand watch at the gate and I will listen to what God wants to say to me. അദ്ദേഹത്തിന്റെ ആവലാതി 1-ാം അധ്യായത്തിലെ മുഴുവൻ ആവലാതി സംബന്ധിച്ച് ഞാൻ എന്ത് ഉത്തരം പറയേണ്ടതെന്ന് കാണേണ്ടതിന് ദൃഷ്ടി വയ്ക്കും. And he said, I will watch and see what God will say for all the anxious things that I have put before his presence. അപ്പോൾ ദൈവം അവനോട് പറഞ്ഞത് ഇതിന്റെ ആവലാതിയുടെ മറുപടി ഒന്നുമല്ല. ഹല്ലേലൂയ. God did not answer him anything according to his concern. നമുക്ക് പല ആവലാതി കാണും. We might be concerned about many things. എന്നാൽ ദൈവത്തിൽ നിന്ന് ഒരു ദർശനം പ്രാപിക്കാം. But you should receive a vision from God. ആ ദർശനം പ്രാപിച്ച ദർശനത്തെ നീ വളരെ വ്യക്തമായിട്ട് എഴുതണം. Once you receive that vision, you should clearly write down that vision. അതിന്റെ 2-3 വാക്യങ്ങൾ ഒന്ന് കാണിക്കണം പാസ്റ്റർ. ഹല്ലേലൂയ. Verse 2 and 3. സ്തോത്രം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ദൈവം തരുന്ന ദർശനം വളരെ വ്യക്തമായിരിക്കണം.
First thing is that the vision which God gives us should be very clear. വളരെ വലിയ അക്ഷരത്തിൽ എഴുതണം. You should write it with big letters. കണ്ണാടി ഒന്നും വെക്കാതെ നമ്മുടെ നഗ്ന നേത്രം കൊണ്ട് വായിക്കത്തക്ക രീതിയിൽ അതിനെ എഴുതണം. You should write it in such a way that without any glasses you should be able to see it. ഈ ദർശനം ഞാൻ കാണുമ്പോൾ തന്നെ ഇന്നതാണ് വിഷയം എന്ന് എനിക്ക് മനസ്സിലാകണം. When you see that vision itself, you should be able to understand that this is the matter സ്പഷ്ടമായിട്ട് അത് behind മനസ്സിലാകണം. it. You should understand it clearly. ദൂരെ നിന്ന് നോക്കിയാലും വായിക്കാൻ കഴിയണം. Even when you look at it from very far off, you should be able to know what it is. അതിന്റെ അർത്ഥം ഇത് വ്യക്തമായിരിക്കണം എന്നുള്ളത്. നിന്റെ ദർശനം വ്യക്തമായിരിക്കണം. First thing is that your vision must be very clear before നീ God. എങ്ങോട്ട് പോകുന്നു എന്നുള്ളത് വ്യക്തമായിരിക്കണം. Where you are going should be very clear to you. ആരാ നിന്റെ കരം പിടിച്ചിരിക്കുന്നുള്ള വ്യക്തമായിരിക്കണം. You must know clearly who is the one who is holding your ഏത് hand. കാലഘട്ടത്തിലാണ് നീ ആയിരിക്കുന്നുള്ളത് വ്യക്തമായിരിക്കണം. You should understand which time period you are in. എന്ത് ചെയ്യാനാ ദൈവം നിന്നെ ഈ കാലഘട്ടത്തിൽ വിളിച്ചതെന്നുള്ളത് വ്യക്തമായിരിക്കണം. You should know clearly what God has called you to do in this time. ആമേൻ. ഈ കാര്യങ്ങളെല്ലാം വ്യക്തമായി ഓടിച്ചു വായിക്കത്തക്കവണ്ണം പലകമേൽ നീ വളരെ വ്യക്തമായിട്ട് എഴുതണം. You should write it on the wall so that it is very clear to you. ആമേൻ. പ്രശ്നമോ ആവലാതി എന്തുമാകട്ടെ അത് അവിടെ കിടക്കട്ടെ. നീ ഒരു ദർശനം പ്രാപിച്ച് നിന്റെ ദർശനത്തിൽ നീ ഉറയ്ക്കുക. നീ അതിനകത്ത് ബലപ്പെടുക. നീ അതിനകത്ത് അടിസ്ഥാനപ്പെടുക. നിന്റെ പാദങ്ങൾ ആ ദർശനത്തിന് അടിസ്ഥാനമുള്ളതായി തീരട്ടെ. Regardless of what the concerns might be, you should look at your vision and you should be clear and you should be able to survive with it. അങ്ങനെ ചെയ്യുമ്പോൾ ദൈവം പറയുന്നു. And when you do like that, then God begins to speak. ആമേൻ. ദർശനത്തിന് ഒരവധി. നീ കണ്ട ദർശനം, നീ എഴുതിയ ദർശനം, നീ പ്രാപിച്ച ദർശനം നിശ്ചയമായിട്ട് സംഭവിക്കും. അതൊരു പക്ഷേ ഇന്ന് നീ കാണുന്നില്ലെങ്കിലും അതുകൊണ്ട് അത് നടക്കത്തില്ലെന്നല്ല, അത് നിശ്ചയമായി സംഭവിക്കുക തന്നെ ചെയ്യും. The vision which you have written down, the vision which you have seen, even though once you have received it, even though you might not see it right now, but it will surely happen. ഇന്ന് രാത്രി നമുക്കൊരു ദർശനം പ്രാപിക്കാം. This evening, let's receive a vision. ആ ദർശനം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകട്ടെ. Let us clearly understand that vision. ആ വ്യക്തമായിട്ട് നമുക്ക് അതിനെ എഴുതാം. We should write it clearly. എന്നിട്ട് ആ ദർശനത്തെ എന്റെ ദൈവം സാധിപ്പിച്ചു തരും. And God will enable that vision to come to pass. ആമേൻ. അത് നിശ്ചയമായിട്ടും അത് അതിന്റെ സമാപ്തിയിലേക്ക് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക. You should wait for it because it's running towards its appointed time. ദർശനം ഉണ്ടെങ്കിലേ സമാപ്തിയിലേക്ക് ബന്ധപ്പെടുത്തുള്ളൂ. ഇന്ന് രാത്രി ദർശനമില്ലെങ്കിൽ ഇന്ന് രാത്രി ദർശനം പ്രാപിക്കുക. ദർശനം ഉള്ളിടത്താണ് അത് സമാപ്തിയിലേക്ക് തുടങ്ങും. ഒരാരംഭം കൂടാതെ ഒരവസാനമില്ല. ഇന്ന് രാത്രി ഒരാരംഭം കുറിക്കുന്ന രാത്രിയായി തീരാൻ ദൈവം സഹായിക്കട്ടെ. Let God enable this night to be a night of beginnings. Amen. If there is a vision, then only will it run to its appointed time. If you do not have a vision, receive one tonight. വ്യക്തമായി എഴുതിയ ദർശനത്തിനാണ് അവധി വെച്ചത്. ആമേൻ, 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 ആമേൻ. The vision which is written clearly, it is for that vision that there is an appointed time. നിന്റെ ഊഹാമുഖത്തിന്റെ മേലല്ല എന്റെ ദൈവം അവധി വെച്ചിരിക്കുന്നത്. നിനക്ക് വ്യക്തമായി നീ പ്രാപിച്ച കാഴ്ചപ്പാടിന്റെ മേൽ ദൈവം ഒരു അവധി പ്രഖ്യാപിച്ചിരിക്കുക. God did not set an appointed time on your guesses, but the vision which you received clearly, it is upon that He has established an appointment. ആമേൻ. ആരാണ്ട് പറഞ്ഞു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലല്ല നീ പ്രാപിച്ച ദർശനത്തിന്റെ മേൽ ദൈവം പ്രവർത്തിക്കാൻ പോവുകയാ. ആമേൻ. It is not a vision that somebody else received, but the vision which you have received, God has an appointed time for it. മറ്റാരുടെയും ഓശാരമായിട്ടുള്ളല്ല നീ പ്രാപിച്ചത്. നിനക്ക് വ്യക്തമായിട്ട് അറിയാവുന്നത് നീ ആരാണ്, നീ എങ്ങോട്ട് പോകുന്നു, നിന്നെ പറ്റിയുള്ള ദൈവവിധി എന്താണ് എന്ന് നീ പ്രാപിച്ച ദർശനത്തിന്റെ മേൽ ദൈവം ഒരു അവധി വെച്ചിരിക്കുന്നു. God has placed an appointed time on the vision which you have received, not which somebody else has received. അത് അതിന്റെ സമാപ്തിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. And it is running towards its end. It is coming. It is അത് coming. വന്നുകൊണ്ടിരിക്കുകയാണ്. It is coming. അത് വന്നുകൊണ്ടിരിക്കുകയാണ്. It is coming. അത് വന്നുകൊണ്ടിരിക്കുകയാണ്. It is coming. അത് വന്നുകൊണ്ടിരിക്കുകയാണ്. It is coming. അതിന്റെ പൂർണ്ണതയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അത് വളരെ വേഗം ഓടിക്കൊണ്ടിരിക്കുകയാണ്. It is running to its accomplishment. നിവർത്തിപഥത്തിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. It is running to its end. അത് നിവർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. It is being fulfilled. നിവർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. It is being fulfilled. ഈ സഭയെ പറ്റിയുള്ള ദൈവദർശനം നിവർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. The vision which God has for this church is coming to its ദൈവദാസനെ fullness. പറ്റിയുള്ള ദർശനം നിവർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. The vision which God has for the നിങ്ങളെ man of പറ്റിയുള്ള God is ദർശനം coming to its fullness. നിവർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. The vision which God has ഓ for each and every കുഞ്ഞുങ്ങളെ one of പറ്റി you is തലമുറകളെ coming പറ്റിയുള്ള to its ദർശനം end. ഓടിക്കൊണ്ടിരിക്കുകയാണ്. And the vision which God has for the children in the church is coming to its end. അത് നിശ്ചലമായി നിൽക്കുകയല്ല. It is manifesting to the accomplishment. ഇന്ന് രാത്രി അതിന്റെ മാനിഫെസ്റ്റേഷനിലേക്ക്, അതിന്റെ അക്കംപ്ലിഷ്മെന്റിലേക്ക്, അതിന്റെ പൂർണ്ണതയിലേക്ക് അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ ദൈവം ചെയ്തുകൊണ്ടിരിക്കുക. ആമേൻ, It is not ആമേൻ. just standing there, but it's Hallelujah. running to its fullness. It is running to its accomplishment. ആമേൻ. ഹല്ലേലൂയ. അത് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സമയം തെറ്റത്തില്ല. First thing,
Wait for it. It will surely come and it will not delay. അത് പൂർണ്ണമായിട്ട് വെളിപ്പെടാൻ ദൈവം ഒരു സമയം വെച്ചിട്ടുണ്ട്. God has kept a time for it to be fully അത് revealed. പൂർണ്ണമായി നിങ്ങളുടെ ദർശനം എന്താണെങ്കിലും ദൈവം നിശ്ചയിച്ച ഒരു അവധിയുണ്ട്, ദൈവം നിശ്ചയിച്ച ഒരു സമയമുണ്ട്. ആ സമയം ഒരുപക്ഷെ ഇന്ന് രാത്രി ആയിരിക്കാം, ഒരുപക്ഷെ ഈ നിമിഷത്തിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോഴായിരിക്കാം. ഇന്ന് രാത്രി ഈ വചനം നിങ്ങൾക്ക് തരുമ്പോൾ നിങ്ങളുടെ ദർശനം പൂർത്തീകരിക്കപ്പെടുന്ന സമയമാണെന്ന് ഞാൻ വിശ്വസിക്കുക. I Amen. do not know when the time is, but I think it's this night that that vision is coming to its fulfillment. അതിന്റെ പൂർണ്ണതയിലേക്ക് ഇന്ന് രാത്രി അത് വെളിപ്പെടാൻ പോവുകയാ. This evening Amen. it's going to come to its fullness. ഇന്ന് രാത്രി നിങ്ങൾക്ക് ദർശനമുണ്ടോ? നിങ്ങളുടെ ദർശനത്തിന്റെ അവധി ഇന്ന് രാത്രി പൂർത്തീകരിക്കപ്പെടാൻ പോവുകയാ. Do you have a vision this evening? If you have a vision, then it's coming to its fullness this night. അഥവാ ഇന്ന് രാത്രി വന്നില്ലെങ്കിലും If it does not come tonight, ഹല്ലേലൂയ, അതിനായി കാത്തിരിക്കാം. you should wait for it. ഇന്ന് രാത്രി വരും. It will come tonight. ഇന്ന് രാത്രി വന്നില്ലെങ്കിലും Even if it does not come നാളെ tonight, ആയിരിക്കും സംഭവിക്കുന്നത്. it might happen tomorrow. അല്ലേ 10 മണിക്കായിരിക്കും, It might be at 10 അല്ലേ o'clock 12 tomorrow. മണിക്കായിരിക്കും, Otherwise it will be at അല്ലേ 12 1 o'clock. മണിക്കായിരിക്കും. Or otherwise it be at 1 o'clock. നടക്കത്തില്ലെന്ന് പറഞ്ഞ് ചുരുട്ടുകളെയല്ല, ദൈവം അത് നടത്തി തരും. അതിന്റെ പ്രവൃത്തിപഥത്തിലേക്ക് അത് ബന്ധപ്പെട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ദൈവം അതിനെ നിവർത്തിക്കും. You should never throw it away saying that it will not happen, but God is there working behind it for it to happen. അത് വരുമെന്നുള്ള കാര്യം നിശ്ചയമാണ്. It is certain that it will come. അത് നിശ്ചയമാണ്. നിങ്ങൾ കണ്ടോ, നിശ്ചയം. It is sure, it is guaranteed, it is sure, it is sure. My God is going to do it. It is a complete thing. It is going to come. It is complete. It is going to happen in the name of Jesus. Amen. It is surely going to happen. Amen. അത് താമസിക്കത്തുമില്ല. It will not delay. ദൈവം നടത്തി തരും. God will make it happen. ഇന്ന് രാത്രി നമുക്കൊരു ദർശനം പ്രാപിക്കാം. This evening, let's receive a vision. നമുക്കുള്ള ദർശനങ്ങൾക്കായിട്ട് സ്തോത്രം. Let's thank God for the visions which we already have. എന്നാൽ ചില കാര്യങ്ങളെ പറ്റി നമുക്ക് പൂർണ്ണമായിട്ട് അറിയത്തില്ല. About some things we do not completely know. നമ്മളെ പറ്റി നമുക്ക് അറിയത്തില്ല. We do not know about ourselves. നമ്മുടെ ഭാവിയെ പറ്റി ചില കാര്യങ്ങൾ അറിയത്തില്ല. We do not know about some things about our future. ചില കാര്യങ്ങൾ അറിയാം. We know some things. ചിലർ അറിയാൻ വയ്യാത്ത കാര്യങ്ങളെ പറ്റി ദൈവസന്നിധിയിൽ കണ്ണുനീരോടുകൂടി ഒരു അഭയാചന കഴിച്ച് കർത്താവിൽ ഒരു ദർശനം പ്രാപിക്കാം. But for the things which you do not know, ask to God, and He will give it to you. ആ ദർശനത്തെ കർത്താവ് നിവർത്തി തരാൻ പോവുകയാണ്. And God will make that vision to come to pass. അത് ദൈവം നടത്തി തരാൻ പോവുകയാണ്. And He will make that vision to come to pass. ഓ, നമ്മുടെ അവസ്ഥ കാര്യമല്ല. Our condition, our circumstances is not an issue here. നമ്മളെത്ര ചെറിയവനാണെന്നുള്ള വിഷയമല്ല. It doesn't matter how small we are. നമ്മുടെ ദൈവമാണ് ഏറ്റവും വലിയ ദർശകൻ. Our God is the biggest visionary. നമ്മുടെ ദൈവത്തിന്റെ ദർശനം എത്ര വലുതാ. How big is the visions which God has for us? പാടിശൂന്യമായ ഒരു ഭൂമിയെ അവൻ മനോഹരമായ ഭൂമി എന്ന് വിളിച്ചു. He saw an earth which was empty and void, and He called it a beautiful earth. ഹല്ലേലൂയ. മിദ്യാന്യരെ പേടിച്ചിരുന്ന ഒരു ഗിദെയോനെ പരാക്രമശാലി എന്ന് എന്റെ ദൈവം വിളിച്ചു. God saw a Midian who was afraid of the Midianites, and God called him a courageous man. ഹല്ലേലൂയ. ശീമോൻ എന്ന് പറയുന്ന ഒരു ഞാങ്ങണ പോലെ വാടിയെളിഞ്ഞുകൊണ്ടിരുന്ന ഒരു ശീമോനെ എന്റെ ദൈവം വിളിച്ചത് നീ മഹാപാറയാടാന്നാ വിളിച്ചത്. ആമേൻ. God called Simon, somebody who was wavering in all the situation. He said, "You are a big rock." ഇന്ന് രാത്രി ഒരു ദർശനം നമുക്ക് പ്രാപിക്കാം. This evening, let's receive a vision from നമുക്ക് God. കിട്ടിയ ദർശനങ്ങളെ നമുക്കൊന്ന് ഉറയ്ക്കാം. Let's be established on the vision which He gives us. ഇന്ന് നമുക്ക് ആ ദർശനമേൽ അടിസ്ഥാനമുള്ളവരായി ഇന്ന് രാത്രി നമുക്കൊന്ന് ഉറയ്ക്കാം. Let us be people who have a foundation on that vision. എല്ലാ കാര്യങ്ങളും ദർശനമില്ലെങ്കിൽ നമ്മൾ മര്യാദയുടെ പിന്മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അതിന്റെ അന്ത്യം നാശമാണ്. If we do not have a vision, then we might backslide, and the end of which is destruction. അങ്ങനെ വരാതെ ഇരിക്കത്തക്കവണ്ണം, In order for such things not to happen, സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കാതിരിക്കത്തക്കവണ്ണം, in order that we might be obedient to the heavenly calling which we have, സ്വർഗീയ ദർശനത്തിന് അനുസരിച്ച് പോകുവാൻ തക്കവണ്ണം in order to go according to the heavenly vision that we have, തമ്പുരാൻ നമ്മളെ സഹായിക്കട്ടെ. let God help us. അതിനായി ഇന്ന് രാത്രി നമുക്ക് കർത്താവ് ചില കാര്യങ്ങൾ ചെയ്യുന്ന ഒരു രാത്രിയായി ഇന്ന് രാത്രി തീരട്ടെ. Let this night be a night where God does something for that vision to happen in our ഇന്ന് lives. രാത്രി ചില നമ്മുടെ ദർശനങ്ങൾക്ക് ചില രൂപവും ഭാവവും നമുക്ക് കൊടുക്കാം. Let's give some form and shape to the visions which God has for us. ഇന്ന് രാത്രി മങ്ങിക്കിടക്കുന്ന ദർശനങ്ങളൊക്കെ നമുക്കൊന്ന് പെയിന്റ് അടിച്ച് മനോഹരമാക്കാം. Let's brighten those visions which are dim tonight. ഒരു പക്ഷേ പണ്ട് തന്ന ദർശനങ്ങളെല്ലാം ഇപ്പം മാറാല പിടിച്ച് ചലന്തിമല പിടിച്ച് കിടക്കുമായിരിക്കും. Maybe some of the visions which we received in the past are covered in spider webs. ഇന്ന് രാത്രി ചലന്തിമലയൊക്കെ അടിച്ചു കളഞ്ഞ് അതിനെ ഒന്ന് മിനുക്കി കുട്ടപ്പനാക്കാം. എന്റെ ദൈവം തന്ന ദർശനം നടക്കാൻ പോകുന്നു എന്ന് ഇന്ന് രാത്രി കേട്ട ദൂത് നമുക്ക് ആശ്ചര്യമായി നിവർത്തിക്കപ്പെടുവാൻ തക്കവണ്ണം ദൈവം പ്രവർത്തിക്കാൻ പോവുകയാ. നമ്മൾ ഉണരാം. ദൈവം സഹായിക്കട്ടെ യേശുവിൻ നാമത്തിൽ. Let's take all those visions that are dusty and clean them up, because God will make it to happen, and let God help you. കർത്താവ് നമ്മളെ ഈ വചനങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ അവസരത്തിനായി കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. Let God help you, and I thank God for this opportunity.